ഹായ് ഓൾ. എൻ്റെ പേര് ബേസിൽ ജോർജ്. നിങ്ങൾക്ക് പലർക്കും എന്നെ പരിചയമുണ്ടാവും. കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ പുതിയൊരു ചാനലല്ല. നേരത്തെ പ്രഗ്യ PSC SSC എന്ന് പറഞ്ഞ പേരിലായിരുന്നു. ഇപ്പോൾ റീനെയിം ചെയ്ത് ജോർജ് ടി ടോക്സ് എന്നാക്കി. ഞാൻ PSC SSC ആസ്പിറൻസിന് ഞാനൊരു ആസ്പിറൻ്റ് ആയിരുന്നു. ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഞാൻ ഡോയ്ച്ച്ലാൻഡിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് മൂവ് ചെയ്തു. അതിൻ്റെ കഥയൊക്കെ ഞാൻ വരുന്നൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ 1.5 വർഷമായിട്ട് ഈ യൂട്യൂബ് ചാനൽ ഓൾമോസ്റ്റ് സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. ഒരു വീഡിയോ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബട്ട് 2025 മുതൽ എൻ്റെ യൂട്യൂബ് ജേർണി എഗെയിൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ്, ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ഓൺ ടെക്, ഹെൽത്ത്, ഇന്റർനാഷണൽ ഇഷ്യൂസ്, വാട്ട് എവർ ഈസ് ഗോയിങ് ഓൺ. സോ അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. മലയാളത്തിലായിരിക്കും, മലയാളവും ഇംഗ്ലീഷും മിക്സ് മംഗ്ലീഷിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തുക, നിങ്ങൾക്ക് കൂടുതൽ ലോകത്ത് എന്താ നടക്കുന്നതെന്നതിനെക്കുറിച്ച് സിമ്പിളായിട്ട് അറിയണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ എൻ്റെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിൻ്റെ ഈ ഒരു ജേർണിയിൽ ഒപ്പം കൂടിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. എ ന്യൂ ത്രെറ്റ് ടു ദ വേൾഡ്, HMPV വൈറസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന നമുക്ക് പലർക്കും നമ്മുടെ ഓർമ്മ പോയത് 2019 കോവിഡിൻ്റെ ടൈമിലേക്കായിരിക്കും. കാരണം അതും ഏകദേശം തുടങ്ങിയത് ഡിസംബറിലായിരുന്നു. ഡിസംബർ, ജാനുവരി ആ ഒരു ടൈമിലായിരുന്നു ആ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതും ചൈനയിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇത് കാണുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് തോന്നാം പിന്നെയും ലോക്ക്ഡൗൺ വരുമോ, പിന്നെ ഒരു വെക്കേഷനിലേക്ക് പോകാൻ പറ്റുമോ, മറ്റുള്ളവർ കരുതാം ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ലോക്ക്ഡൗൺ വന്ന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമോ എന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ ഒരു ഔട്ട് ബ്രേക്ക്, ഈ ഒരു വൈറസ്, HMPV വൈറസ് എന്ന് പറഞ്ഞ വൈറസിൻ്റെ ഔട്ട് ബ്രേക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിൽ മെജോറിറ്റി ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു വൈറസ്, അതായത് HMPV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറയുന്നത് പുതിയ ഏതോ വേരിയൻ്റ് ഓഫ് വൈറസ് ആണ്. അതായത് ഇപ്പോൾ ചൈനയിൽ ഡിസ്കവർ ചെയ്ത വൈറസ് ആണെന്നായിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2001, അതായത് ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വൈറസിനെ ഹ്യൂമൻസിൽ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് നെതർലൻഡ്സിലാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അവർക്ക് ഇതിൽ കൂടുതൽ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് 2001 പക്ഷേ 50 വർഷം മുമ്പ്, അതായത് ഏകദേശം 1950 ടൈംസിലും ഹ്യൂമൻസിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു വൈറസ് തന്നെയാണ് ഈ ഒരു HMPV വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചേഴ്സ് ഈ ഒരു വൈറസിന്, അതായത് HMPV എന്ന് പറഞ്ഞ വൈറസിനെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു വൈറസിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡിസീസ്, അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഡിസീസസ് ലൈക്ക് ഇൻഫ്ലുവൻസ, ഇൻഫ്ലുവൻസയ്ക്ക് അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയാം. അതേപോലെ തന്നെ RSV എന്ന് പറഞ്ഞ വൈറസ് കോസ് ചെയ്യുന്ന ഒരു റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ട്. അതായത് കുഞ്ഞു പിള്ളേരിൽ നമുക്കൊക്കെ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവും. 2 വയസ്സ് വരെയുള്ള പിള്ളേരിലൊക്കെ വന്ന് പോകുന്ന ഒരു റെസ്പിറേറ്ററി അസുഖമാണ് ഈ ഒരു RSV വൈറസ് കോസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഈ ഒരു ഫാമിലി, ഈ ഈ ഒരു വൈറസ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസ് ഫാമിലിയോടൊക്കെ റിലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു വൈറസ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിവിയർ ആയിട്ടുള്ളൊരു വൈറസ് അല്ല ഇത്. ഇപ്പോൾ ഫ്ലൂ, നമുക്ക് നമ്മൾ മലയാളത്തിൽ ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് ഫ്ലൂ ആയിരുന്നു എന്ന് പറയണ കൂട്ടുള്ള HMPV വൈറസ് ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസയുടെ അത്രയും പോലും സിവിയർ അല്ല എന്ന് സിമ്പിളായിട്ട് പറയാം. പക്ഷേ ഇത് സിവിയർ ആവുന്ന കേസസ് ഉണ്ട്. എപ്പോഴാണ്? അതായത് നിങ്ങൾക്ക് ജനറ്റിക്കലി നിങ്ങൾക്ക് റെസ്പിറേറ്ററി റിലേറ്റഡ് ഡിസീസസ് ഉണ്ട്, ലൈക്ക് ആസ്മയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു HIV പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു ഡിസീസ്, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു വൾണറബിൾ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. കാരണം സ്റ്റേ ഇൻഫോംഡ് ആൻഡ് സ്റ്റേ സേഫ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൂവിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സാക്ട് സെയിം ആണ് ഈ ഒരു HMPV വൈറസ് പകർത്തുന്ന അസുഖത്തിൻ്റെ സിംറ്റംസ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഫ്ലൂവിൻ്റെ സിംറ്റംസ് ആണ് ഫീവർ, കോൾഡ്, കഫ്, റണ്ണിങ് നോസ്, പിന്നെ
ഷോർട്ട്‌നെസ് ഓഫ് ബ്രെത്ത്. അതൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലൂ കാരണം വരാവുന്ന ഈ എക്സാക്റ്റ് സെയിം അസുഖം തന്നെ ഈ സിംപ്റ്റംസ് തന്നെ ഈ ഒരു എച്ച്എംപിവി വൈറസ് മൂലം വരുന്ന അസുഖത്തിനും ഉണ്ടാകും. അതാണ് ഇതിൻ്റെ സിംപ്റ്റംസ് മെയിനായിട്ട് നമുക്ക് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. അതുപോലെ തന്നെ വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് പെർട്ടിക്കുലറായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ RSV കോസ് ചെയ്യുന്ന അസുഖത്തിനും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസയ്ക്കും ഫ്ലൂവിനൊക്കെ വാക്സിൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിന് പെർട്ടിക്കുലറായിട്ട് വാക്സിൻ ഇല്ല. ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇത് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംപ്റ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫീവർ വന്നു. ഫീവർ വന്നാൽ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്? ഒന്നെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ മാറും. റെസ്റ്റ് എടുക്കും, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതേപോലെ തന്നെ കോൾഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവി പിടിക്കും. മൂക്ക് അടയുകയാണെങ്കിൽ നമ്മൾ നാസൽ സ്പ്രേ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സിംപ്റ്റംസിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അസുഖത്തിനെ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വൈറസിനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാം. പിന്നെ റിസ്കിയർ കാറ്റഗറി ഞാൻ ഓൾറെഡി പറഞ്ഞു. HIV പേഷ്യൻസ്, ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് 65+ ഏജ് ഉള്ള ആൾക്കാർ. പിന്നെ ഇത് കണ്ടുവരുന്നത് 6 വയസ്സിൽ താഴെയുള്ള പിള്ളേരിലാണ് പിന്നെയും കൂടുതൽ കണ്ടുവരുന്നത്, റിസ്കിയർ കാറ്റഗറി ആയിട്ട് വരുന്നത്. പിന്നെ പിന്നെ എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്? പിന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് പറയുകയാണെങ്കിൽ 4 to 6 ദിവസമാണ്. ഇത് സെയിം ആണ്. ഫ്ലൂവിൻ്റെ കേസിലാണെങ്കിലും RSV കോസ് ചെയ്യുന്ന ഡിസീസിലാണെങ്കിലും ഈ പറയുന്ന 4 to 6 ദിവസമാണ് എടുക്കുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എനിക്ക് ഈ ഒരു വൈറസ് വേറെ ഒരാളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്നിൽ ഈ ഒരു അസുഖം രൂപപ്പെടുന്നത് അല്ലെങ്കിൽ പുറത്തെ എഫക്റ്റ് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു പീരീഡാണ്. എത്ര ദിവസം എടുക്കുമെന്ന് വെച്ചാൽ 4 to 6 ദിവസം. നിങ്ങൾക്കൊരു ആളുടെ അടുത്ത് നിന്ന് പനി പകർന്ന് അല്ലെങ്കിൽ ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞാൽ 4 to 6 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ആ ഒരു ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡിനെ കുറിച്ച് പറഞ്ഞു. മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണ നിരക്ക് പറയുകയാണെങ്കിൽ വളരെ ചെറുതാണ്. 3 to 6% ഒക്കെയാണ്. 6% എന്നൊക്കെ പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഒരു റിസ്കിയർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു 6% ഒക്കെ മോർട്ടാലിറ്റി റേറ്റ് പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മരണനിരക്കും ഇല്ല. ഈ പറഞ്ഞ അത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷൻ അല്ല. എങ്കിൽ പോലും ഇത് ഇത്രയും വൈറലാവാനും ഇത്രയും ഡിസ്കസ് ചെയ്യപ്പെടാനുമുള്ള കാരണം എന്താണ്? 3 കാരണം ഞാൻ ആലോചിച്ചിട്ട് 3 കാരണമാണ് എനിക്ക് കിട്ടിയത്. 2 കാരണം അത് ചൈനയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ COVID-19 കേസിൽ ചൈന എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നുള്ളത് അറിയാം. അവരുടെ ഒരു ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു കൺട്രിയാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഇവിടെ ജർമ്മനിയിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നെയ്ബർ ഒരു ചൈനക്കാരനാണ്. അവനോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അവന് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് ചൈനീസ് ഗവൺമെൻറ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ഒരു വൈറൽ സ്പ്രെഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരത് പൂർണ്ണമായിട്ട് തള്ളുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് വീഡിയോസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നുണ്ട് എന്നാണ്. പക്ഷേ അത് സിവിയർ അല്ല. അത് ഒട്ടും സിവിയർ അല്ല. പിന്നെ ഒരു രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചൈനയിൽ മാത്രം, അതായത് ഞാൻ പറഞ്ഞിരുന്നു 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷേ ചൈനയിൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ ഒരു ഈ ഒരു രോഗം, ഈ ഒരു HMPV വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വിൻ്റർ ആവുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവർക്കും ഫ്ലൂവും ഈ പറഞ്ഞ RSV രോഗങ്ങളും കുട്ടികൾക്ക് വരാനും ഒക്കെ ചാൻസ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഇവർക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. കാരണം സിംപ്റ്റംസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ കേസസ് വന്ന് പിന്നെ ഈ ചൈനയുടെ കേസ് നമുക്കറിയാലോ. ഈ പറയണ പൂച്ച ഒരു തവണ ചൂടുവെള്ളത്തിൽ ചാടിയാൽ പിന്നെ തണുത്ത വെള്ളം കണ്ടാൽ പോലും നമുക്ക് ചൂടുവെള്ളമാണെന്ന് തോന്നും. അല്ല, പൂച്ചയ്ക്ക് ചൂടുവെള്ളമാണെന്ന് തോന്നും. അപ്പോൾ ഈ ഒരു കേസസ് ഒക്കെ കാരണമാണ് ഈ ഒരു വീഡിയോ ഇത്രയും വൈറലായി ഇത്രയും ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈസ് ഇറ്റ് എ ത്രെറ്റ് ടു ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്നേ പറയുള്ളൂ. നമ്മളിപ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. ഇപ്പോഴത്തെ ഈ ഒരു ന്യൂസ് ചാനലൊക്കെ വിടുന്നത് അവരുടെ റേറ്റിംഗ് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമേ. ഇതിനെ കണ്ട് പേടിക്കേണ്ടേ ആവശ്യമില്ല. പ്രവാസികളും പേടിക്കണ്ട, നാട്ടിലുള്ളവരും പേടിക്കണ്ട. സാധാരണ ഒരു പനി അല്ലെങ്കിൽ ഒരു RSV വൈറസ് കോസ് ചെയ്യണ ഇതുപോലെയേ ഉള്ളൂ. അതായത് കഫ് ഇതൊക്കെ വന്ന് പോകാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സാനിറ്റൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് കൈ വാഷ് ചെയ്യുക, ഒരുപാട് ക്രൗഡുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക. ഇതൊക്കെ തന്നെ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് വിട്ട് നിൽക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയുന്ന കൂട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും
ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾ ഈ രോഗം എന്നല്ല, നമ്മൾ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഹൈജീനിക് ഒരു റൊട്ടീനാണിത്. അപ്പോൾ അപ്പോൾ എന്താണെങ്കിലും പേടിക്കാനൊന്നുമില്ല ഈ ഒരു കേസിൽ. ഈ ഒരു ന്യൂസിൽ അല്ലെങ്കിൽ ഒരു ഇത്രയും പിവോട്ടൽ ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഇത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ന്യൂസ് ചാനൽ അതുകൊണ്ട് ഇതെടുത്തൊന്ന് റിവ്യൂ ചെയ്യാം. പിന്നെ എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു വൈറസിനെ കുറിച്ച് ഇപ്പോൾ പലർക്കും അറിയാത്തവർക്ക് കുറേ പേർക്കൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും. എന്താണെങ്കിലും ഇനിയിപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു. ബൈ.